അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇന്നിപ്പോൾ എന്താ വെച്ചാൽ ഇന്നിപ്പോൾ വ്യാഴാഴ്ചയായി, നാളെ ഇപ്പോൾ കർക്കിടക മാസം തുടങ്ങുകയായി. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ച. അപ്പോൾ നമ്മൾ ഇന്നലെ ബുധനാഴ്ച നമ്മൾ കർക്കിടക മാസത്തിലെ ക്ലീനിങ് ഇപ്പോൾ ഒരു 4 ദിവസമായിട്ടാണ് ഞങ്ങൾ ചെയ്ത് തീർത്ത്, കുറേശ്ശൊക്കെ ആയിട്ട്. പ്രത്യേകിച്ച് രാവിലെ മുതൽ ഉച്ചവരെയായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് ബുധനാഴ്ചത്തോടുകൂടി നമ്മൾ എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇന്നലെ നടന്ന ആ ഒരു ക്ലീനിങ്, നമ്മൾ വർക്ക് ഏരിയ അടക്കം പിന്നെ നിലം അങ്ങനെയുള്ള ആ ഒരു കാര്യങ്ങൾ അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. പിന്നെ ഭക്ഷണ വിശേഷങ്ങളുണ്ട്, എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുകയും നമ്മളിതാ പരിപ്പും ചക്കക്കുരും വേവിച്ചു. പിന്നെ ഇപ്പോൾ ഇന്ന് മുതിര നമ്മളൊരു ഉപ്പേരി പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളെ ക്യാപ്പ് തണുപ്പിനൊക്കെ ഇടുന്ന അത് ഓർഡർ ചെയ്ത് അതിപ്പോൾ ഒന്ന് നോക്കാം. ഊണഴിഞ്ഞ് ഇരുന്ന സമയത്താണ്. ഇതാണ് സംഗതി. അത് മഴ ഒക്കെ ആയി, തണുപ്പ് ആണ്, ഇനി തണുപ്പ് വരാൻ കിടക്കല്ലേ, അപ്പോൾ അതുകൊണ്ട് വാങ്ങിയതാണ്. ഇതാണ് സംഗതി. അല്ലേ, നമ്മളിവിടെ മാത്രം ഇതാണ് സംഭവം. നമ്മൾ കണ്ണട കണ്ടുപോരാം. കണ്ടോ, നല്ല സ്മൂത്ത് ആയിട്ട് നല്ലതുണ്ട്. ആ ഒരു ക്ലോത്തിൻ്റെ ഒരു നല്ല കംഫർട്ട് ഫീലാണ്. നല്ലതുണ്ട്, ഷറേ. എങ്ങനെയാ വെച്ചാൽ വേണ്ടതെന്ന് വെച്ചാൽ നമുക്കിത് കഴുത്തിലൊന്നും ഇവിടെ ഒന്നും തണുപ്പ് കയറില്ല. രാവിലെ നടക്കാൻ പോകുമ്പോൾ വേണമെങ്കിൽ ഇടാൻ നല്ല പാക. നടക്കാൻ പോകുമ്പോൾ ഇടാം, അതല്ലാതെ വീട്ടിലുണ്ടെങ്കിൽ ഇടാം.
ഈ ഗ്യാപ്പ് ഇതാണ് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയത്, ഗ്രേസ് വേ അതാണ്. നമ്മൾ തുടയ്ക്കാൻ ഇതാണ്, നമുക്ക് നിലം തുടയ്ക്കാൻ ലൈസോള് ഓൾ ഇൻ വൺ ഇതാണ് ഞങ്ങൾ വാങ്ങല്. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ഊണ് കഴിച്ച് ഒന്ന് വിശ്രമിച്ച ശേഷമാണ് ഞങ്ങൾ ഇന്ന് ക്ലീനിങ് ഒക്കെ. സാധാരണ ഞങ്ങൾ രാവിലെ ആ ഒരു ഉച്ചേൻ്റെ മുമ്പ് ചെയ്ത് തീർക്കലായിരുന്നു. നമ്മൾ ഇവിടെ എങ്ങനെയുണ്ട് വെള്ളം പാർന്ന് ഇവിടെ അങ്ങനെ ഇതുണ്ട് കറക്കരിയല്ല, അപ്പോൾ വെള്ളം ഒഴിച്ച് ഉക്കാട്ട് കഴിക്കാം. പിന്നെ അതിൽ അതുപോലെ ഡെറ്റോളൊക്കെ ഇട്ട് കഴുകിയാണ്. ഇനി നമ്മൾ ലേശം സോപ്പ് പൊടി കൂടി ഇട്ട് കഴുകണം. നമ്മൾ വാഷിംഗ് മെഷീൻ തുടക്കുകയാണ്. പിന്നെ ഇടയ്ക്കൊക്കെ തുടയ്ക്കുന്നതാണ്. ഇവിടെ കാര്യമായിട്ട് വാഷിംഗ് മെഷീനാണ് വയ്ക്കാം. പിന്നെ കുറച്ച് എന്തെങ്കിലും വേസ്റ്റായിട്ടുള്ള എന്തെങ്കിലും കടലാസുകൾ ഒക്കെ കവറിലിട്ടേക്കും. ഇവിടെ അത് മാത്രമേ ഉള്ളൂ. ആണിപ്പോൾ നമ്മളെ വാഷിംഗ് മെഷീൻ LG. ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവിടെ ഉണ്ട്. ഇത് പറയാം നല്ല ഉഗ്രൻ വാഷിംഗ് മെഷീനാണ്, സെമി ഓട്ടോമാറ്റിക്കാണ്. ഇതിപ്പോൾ ഈ ഒരു മോഡലിനെ നോക്കി വാങ്ങിയതാണ്. അപ്പോൾ ഏറെക്കുറെ നമ്മളിത് കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ അടുക്കളയിൽ ആ ഒരു വൃത്തിയാക്കി വെച്ചിടത്തൊക്കെ പഴയ പോലെ തന്നെ പാത്രങ്ങളൊക്കെ വയ്ക്കാണ്ട്. ഇതിപ്പോൾ നമ്മൾ ആ പുതിയ ഇതാണ് ക്യാപ്പ്, എന്തായാലും കഴുകാനുള്ളതാണല്ലോ, വാഷ് ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അതിന് എടുത്തിട്ടതാണ്. പിന്നെ വെച്ചാൽ നമുക്കിത് ആ ഒരു സ്മെല്ല് വരാതിരിക്കാനൊക്കെ ഈ കഴുകുമ്പോഴേ പിന്നെ വെല്ലൊക്കെ, അപ്പോൾ അതുകൊണ്ട് ഇട്ടതാണിത്. അപ്പോൾ നമ്മൾ അടുക്കള കണ്ടോ, ഇവിടെ നമ്മൾ താഴത്തുള്ളതൊക്കെ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വെച്ചതാണ്. ഇതൊക്കെ പഴയ പോലെ അറേഞ്ച് ചെയ്ത് താഴേക്ക് തന്നെ വെക്കണം. എല്ലാ ഭാഗവും നമ്മൾ ഇവിടെ ഒക്കെ ക്ലീൻ ചെയ്ത് അടിയിൽ ഗ്യാസ് നിൽക്കുന്ന ഭാഗം ഇവിടെയൊക്കെ നമ്മൾക്ക് വേണ്ട ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്തു. അപ്പോൾ അതൊക്കെ അങ്ങനെ ക്ലീനായി. നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നതൊക്കെ അതേപോലെ തന്നെ ഉണ്ട്. അരി വയ്ക്കുന്ന പാത്രം ഇതിലാണ് അരി ഇടല്. നമ്മൾ
ചട്ടികളൊക്കെ ഇവിടെയായിരുന്നു. മറ്റു അതിൻ്റെ ബീച്ചായി കഴിക്കണം. അവനെ കഴിച്ചേക്കാണുള്ളത് ഇനിയിപ്പോൾ നമുക്ക് ഇതൊക്കെ പാത്രങ്ങൾ വയ്ക്കുന്നത് ഇതാ ഞങ്ങളതൊക്കെ ഇവിടെ ആണ്. ഇതൊക്കെ എപ്പോഴെങ്കിലും എടുക്കുന്നതാണ്, അതുകൊണ്ടാണ് അവിടെ വെച്ചത്. ഇത് നമ്മൾ ഇങ്ങനെ വയ്ക്കും. ആവശ്യമുള്ളപ്പോൾ ഇത് ഇവിടെ വെച്ചു. നമ്മളെ ചൂടാറാ പെട്ടി അവിടെ വെച്ചു. ഇത് ഇവിടെ അല്ലേ? ഇനിയിപ്പോൾ എങ്ങനെയൊക്കെ അടുത്തത് വെക്കേണ്ടത്? ഇതല്ലേ? അപ്പോൾ അതാ നമുക്ക് ഇവിടെ എല്ലാം കൂടെ ഒതുങ്ങി. അപ്പോൾ നമുക്ക് ഇതാ ഇന്നിപ്പോൾ നല്ല അവില് കുഴച്ചത്. ഇന്ന് ഇപ്പോൾ ഏതായാലും ചായ ഇല്ലത് അറ്റൊന്നുള്ളു കൂടി മതി മതി വേണ്ട വേണ്ട മതി. ഇന്നിപ്പോൾ ഞങ്ങൾ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞ് ഇന്നിപ്പോൾ അതാ 4:30 മണിയായിട്ടുണ്ട്. ഇപ്പം 5:30, 6, 7:30 വൈകിട്ടുള്ള ഭക്ഷണം. ഒരു 3 മണിക്കൂറുണ്ടല്ലോ. സാധാരണ ഞങ്ങൾക്ക് 3 മണിക്കുള്ളതെന്ന് ഇപ്പം നമുക്ക് 4:30 മണിയായി. കുറച്ച് സമയം വൈകി. പക്ഷെ എന്താ വെച്ചാൽ ആ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് നല്ല വിശപ്പുണ്ട്. അപ്പം എന്തായാലും വൈകിട്ട് കഴിക്കണത് 3 മണിക്ക് കഴിക്കണത് ഈ സമയത്താക്കി. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയും നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം.